അടുത്തതായിട്ട് നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ വരുന്ന പ്രസന്ന ചേച്ചിയാണ് കേട്ടോ. പ്രസന്ന ചേച്ചി സംസാരിച്ചോട്ടെ. സംസാരിച്ചോളൂ. പേര് പ്രസന്ന, കോഴിക്കോടാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചേർന്നു. പിന്നെ ഇപ്പോൾ വന്നത് 2 ആഴ്ച മുമ്പ് നല്ല പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം എനിക്ക് തീരെ പ്രയറിൽ ഇരിക്കാനൊന്നും പറ്റൂലായിരുന്നു. അത് കഴിഞ്ഞ് പനി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. രാവിലെ പ്രയറിൽ ഇരിക്കാമെന്ന് വിചാരിച്ച് കുളിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തല ചുറ്റി വീണു. തന്നെ അപ്പൊ തല നിലത്തടിച്ച് വീണു. ഓർമ്മയില്ലാണ്ടായിപ്പോയി കുറച്ചു നേരത്തേക്ക്. പിന്നെ എല്ലാവരും വിളിച്ചുണർത്തി നോക്കുമ്പോൾ തല മുഴച്ചു. അല്ലാണ്ട് തല പൊട്ടൊന്നും ചെയ്തില്ല. നല്ല ഒച്ചയിലാണ് വീണതെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ പിന്നെ മാസം കാത്തതാണ്. മാസന്റെ കാരുണ്യവും സ്നേഹവും ഉള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. അത് പറയാൻ വേണ്ടിയാ. പിന്നെ ഇപ്പം അതിന്റെ ശേഷം ഞാൻ കഴിഞ്ഞ എക്സ്പെഡീഷനിലൊക്കെ ഇരുന്നു. കിടന്നുകൊണ്ടാണ് കേട്ടത്. പേടിച്ചിട്ട് ഇരിക്കാൻ ഒരു ധൈര്യമില്ല, തല ചുറ്റുന്നുള്ള പേടി. ഇപ്പോൾ 2-3 ദിവസമായിട്ട് തല ചുറ്റൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ദിവസവും കുറെ നേരം പ്രേ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുമ്പോൾ ഒരു പ്രേ ചെയ്തിട്ട് അത് മാറി കിട്ടുന്നുണ്ട്. മോസാന്റെ കാര്യം എപ്പോഴും ഉണ്ടാവും എന്നുള്ള വിശ്വസിക്കുന്നു. അത്രേ പറയാൻ. എൻ്റെ പ്രസന്ന ചേച്ചി, എനിക്ക് ഇതിൻ്റെ അത് പറയാനുള്ളത് എന്താണെന്ന് അറിയോ? നമ്മൾ പ്രായമാകുമ്പോൾ, ഓരോ മനുഷ്യനും പ്രായമാകുമ്പോഴത്തേക്കും, ചിലപ്പോൾ ചെറുപ്പക്കാരിൽ പോലും ഇന്നിപ്പോൾ പല പല അസുഖങ്ങളുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ പ്രധാനമായിട്ടും വരുന്നൊരു കാര്യമാണ് സോഡിയം കുറയുക. ഇതൊക്കെ സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, ഹെൽത്ത് ഇഷ്യൂസാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഇരിപ്പിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തലചുറ്റി വീഴാം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തലചുറ്റി വീഴാം. ഇങ്ങനെയൊക്കെ, അതായത് നമ്മളുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന നമ്മുടെ തലച്ചോറിലേക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് ബോധക്ഷയം സംഭവിക്കാം. ഇതൊക്കെ മെഡിക്കലാണ് കേട്ടോ, മെഡിക്കലി തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതിന് പ്രഷറും അതുപോലെ തന്നെ സോഡിയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായമാകുമ്പോൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബാത്റൂമിൽ വീണ് മരിച്ചു, ആരും നോക്കാനില്ലാത്ത സമയത്ത് ബാത്റൂമിൽ വീണ് മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയേക്കാളൊക്കെ പ്രായമുള്ളൊരു ചേച്ചിയാണ്. ഞാൻ ഫേസ് ബ്ലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവർ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ദൈവം നിങ്ങളെ രക്ഷിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഈ മൊഹസാൻ രക്ഷിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ ഇരിക്കരുത്, ദയവായിട്ട് ഇരിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യണം. സോഡിയം കുറവുണ്ടോ, ഷുഗർ കൂടുതലാണോ, പ്രഷറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ നോക്കി എന്നാൽ കുറേ കാലം കൂടെയൊക്കെ ജീവനോടെ ഇരിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഞങ്ങൾ ഭയങ്കര ഹെൽത്തി ആണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും റോഡിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ഫുട്ബോൾ കോർട്ടുകളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നു. എസ്പെഷ്യലി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ ജങ്ക് ഫുഡുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിക്കുന്നതേ വിഷമാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായി ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയി ആരെങ്കിലും രക്ഷിക്കുമെന്ന് കരുതി ഇരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു തളർച്ചയോ കുഴച്ചിലോ അനുഭവപ്പെട്ടാൽ അപ്പോൾ തന്നെ വീട്ടിലുള്ള ആളുകളെ വിവരം അറിയിക്കുക, ആംബുലൻസ് വിളിക്കുക, ഹോസ്പിറ്റലിൽ പോവുക. അല്ലെങ്കിൽ നാരങ്ങ, ഷുഗറിൻ്റെ ആണോ പ്രഷറിൻ്റെ ആണോ അങ്ങനെ എന്തെങ്കിലും അത് നമ്മൾ അറിഞ്ഞു വെക്കുക. അറിഞ്ഞു വെച്ചതിന് ശേഷം പ്രഷർ കുറഞ്ഞതാണെങ്കിൽ നമുക്ക് പ്രഷർ കൂടാൻ വേണ്ടി ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുകയോ ഉപ്പിട്ട് നാരങ്ങ കുടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഷുഗറാണ് കുറഞ്ഞതെങ്കിൽ നമുക്ക് പഞ്ചസാര കഴിക്കുകയോ ഒക്കെ ചെയ്യാം. ഇതൊക്കെ ഇനി കൂടുതലാണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ഒരിക്കലും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയിട്ട് ലൈഫിന് ജീവന് ഹാനി ഉണ്ടാക്കരുത്. ഇവരാരും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ തിരിച്ചു തരത്തില്ല. ഇവരുടെയൊക്കെ ലക്ഷ്യം പണമാണ്. ദയവായി മനസ്സിലാക്കുക. എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ പറ്റും. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കൊന്നും ശക്തിയില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും ഞാൻ പറയാൻ ആളല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കോൺഷ്യസ് ആകണം. അത് നിങ്ങളുടെ പേഴ്സണൽ തന്നെയാണ്. അപ്പോൾ അവിടെ ആരും നിങ്ങളെ രക്ഷിക്കാൻ വരത്തില്ല. 100% ഷുവറാണ്. നിങ്ങൾ കുഴഞ്ഞു വീണാൽ നിങ്ങളുടെ തലച്ചോറിലേക്ക് രക്തം എത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കും. അത് ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ കുഴഞ്ഞു വീണത് എന്ന കാരണം കണ്ടെത്തുവാൻ മെഡിക്കൽ സയൻസിൽ നിന്ന് ഒരുപാട് ടെക്നോളജി അപ്ഗ്രേഡഡ് ആണ്. അപ്പോൾ ആ ടെക്നോളജി നിങ്ങൾ ഉപയോഗിക്കുക. ഒന്നുമല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെങ്കിലും നമ്മുടെ സർക്കാർ സേവനത്തിലെങ്കിലും എത്തിക്കുക. വിലപ്പെട്ട ജീവൻ പാഴാക്കാതിരിക്കുക. അതാണ് എനിക്ക് ചേച്ചിയോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അത് ഈ അന്ധവിശ്വാസികളായ എല്ലാ ആളുകളോടും എനിക്ക് അത് തന്നെ പറയാനുള്ളത്. നിങ്ങൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം കേട്ടോ. പ്രായമായി കഴിയുമ്പോൾ
സോഡിയത്തിൻ്റെയും പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒക്കെ. പ്രായമാകണമെന്നൊന്നുമില്ല, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഞാനടക്കം കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യാറുള്ള ആളാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം, കാരണം ലൈഫ് ഈസ് പ്രീഷ്യസ്, ജീവൻ വിലപ്പെട്ടതാണ്.